നമസ്കാരം. നമ്മൾ മനുഷ്യർ എല്ലാ കഴിവുകളും തികഞ്ഞ ആളുകളാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മളെക്കാളും പല കഴിവുകളിൽ നമ്മളെക്കാളും മികച്ച പലതും മൃഗങ്ങൾക്കും പക്ഷി ജാലങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ കഴിവുകൾ പലതും വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ കാണുന്നത്. കളറ് പോലും അല്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന കളർ ആവണമെന്നില്ല മറ്റൊരാൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് കഴിവുകളെല്ലാം വ്യത്യസ്തങ്ങളാണ്. മനുഷ്യരെല്ലാവരും തന്നെ കാണുമ്പോൾ ഒരുപോലെയാണെങ്കിലും നമ്മളുടെ രുചികൾ അഭിരുചികളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഇവിടെ നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നൊക്കെ പറയുന്ന രണ്ട് തരം എനർജികൾ, രണ്ട് തരം എന്നല്ല, ഇങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇപ്പം നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പവറുകളിൽ നമ്മളിപ്പോൾ ദൈവാധീനം എന്ന് പറയുന്നത് പോലെ തന്നെ അതൊരു പോസിറ്റീവ് എനർജി ആണെങ്കിൽ, ദൈവകോപം എന്നോ അല്ലെങ്കിൽ ദൈവകോപം എന്ന് പറയുന്നത് ആ പോസിറ്റിവിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിന്തിക്കാം, നെഗറ്റീവായിട്ടും പറയാവുന്ന, അല്ലെങ്കിൽ പിശാചുകളുടെ സ്വാധീനം അല്ലെങ്കിൽ ആഭിചാരങ്ങളുടെ സ്വാധീനം, നെഗറ്റീവായിരിക്കുന്ന ചില വിഷയങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. നമ്മളുടെ പ്രകൃതിയിൽ ഒന്നും വേണ്ടാതെ ഉള്ളതായിട്ടില്ല, എല്ലാം വേണ്ടുന്നത് തന്നെയാണ്. നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ്. നമ്മുടെ ഇപ്പോൾ ദേഹത്ത് തന്നെ ശരീരങ്ങളിൽ രക്താണുക്കളുണ്ട്, അല്ലെ, രോഗാണുക്കളുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്ന വസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ സന്തുലനം തെറ്റുമ്പോഴാണ് രോഗമായിട്ട് മാറുന്നത്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ജീവികൾ, ഇപ്പോൾ പാമ്പിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പഴുതാരയൊക്കെ കാണുന്നുണ്ട്, ഈവൻ കൊതുകിനെ പോലും നമ്മൾ കാണുന്നുണ്ട്. കാണാത്ത എത്ര ജീവികളുണ്ട്. അപ്പോൾ ഈ കാണാത്ത ഇത്രയും ജീവികൾ ഉള്ളത് കൊണ്ട് അതിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ബാക്ടീരിയകളിൽ തന്നെ നല്ല ബാക്ടീരിയകളും ഉണ്ട്, ചീത്ത ബാക്ടീരിയകളും ഉണ്ട്, അല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം നമ്മൾ ജനിച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തതയില്ല. നമ്മൾ നെഗറ്റീവായിട്ടാണോ, നമ്മളുടെ ഗുണവും ഉണ്ട് ദോഷവുമുണ്ട്, നന്മയും ഉണ്ട് തിന്മയുമുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ആധിക്യം ആണ് പ്രകടമായിട്ട് കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വ്യക്തികളും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ നന്മ ഉണ്ടാവണമെന്ന് നിയമമൊന്നുമില്ല, അവരുടെ ഉള്ളിലും തിന്മയുണ്ടാവാം എന്നുള്ളതാണ്. പക്ഷേ നന്മയില്ലാത്ത അവസ്ഥയൊന്നുമില്ല. ഒരു കൊലപാതകയ്ക്കായാലും ആ കൊലപാതകയ്ക്കും സ്നേഹമൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അന്നേരം പ്രകടിപ്പിച്ചത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണെന്ന് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ സമ്മിശ്രമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് നമുക്കറിയില്ല നമ്മൾ എന്താകുമെന്ന്. എന്തോ ആകാൻ വേണ്ടി ജനിച്ചതാണ് നമ്മൾ. ഇടയിൽ എപ്പോഴോ നമ്മൾ വഴിതെറ്റിപ്പോകുന്നു, വഴിമാറിപ്പോകുന്നു, മറ്റെന്തോ ആയി മാറും. നമ്മൾ ഓർമ്മയുണ്ടാവില്ലേ കിരീടം സിനിമ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു നല്ലൊരു പോലീസുകാരനാകാനായിട്ട് ആഗ്രഹിച്ച ഒരു കഥാപാത്രം ഒരു ഗുണ്ടയായിട്ടും മാറും. ഒരു ചെറിയൊരു കാര്യമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലേ, നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. ഒരു പ്രശ്നത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത് അറിയാതെ. അവിടെയാണ് നമ്മളുടെ വിധി എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് ആളുകളൊക്കെ അത് അങ്ങനെ ആവാൻ ചിന്തിച്ചതെന്നാണ്, പക്ഷെ അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത്. ഒരാൾ ഒരിക്കലും ഒരു പ്രശ്നത്തിലൊന്നും പെടുന്ന ആളല്ല, പാവം പയ്യനായിരുന്നു. അയാൾ ഒരു ടൗണിലൂടെ എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് അവിടെ ഒരു കോലാഹലം ഉണ്ടായി, കത്തിക്കുത്തുണ്ടായി, ഇവനും അതിൽ പ്രതിയായി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ സംഭവിച്ച ആളുകൾ. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും പറയും. വിധിയാണെന്ന് പറയുന്ന ആളുകൾ വിധി എന്ന് പറയും, ചിലർ പറയും എന്താ പറയേണ്ടത്, ഉത്തരവില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കാലക്കേട് എന്ന് പറയാം, ഇതും വിധിയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കാലക്കേട് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മളെന്താണെന്ന് അറിയുകയൊക്കെ ചെയ്യേണ്ടത് ആണ് വേദാന്ത പഠനം എന്ന് പറയുന്നത്. നമ്മൾ എന്താകണമെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും നന്നാകണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ നന്നാകണം, നല്ല രീതി. എന്താ നന്നാവുക എന്ന് വെച്ചാൽ കുറേ പൈസ ഉണ്ടാക്കുകയാണോ നന്നാവുക? അല്ല.
അപ്പം നന്നാവുക എന്ന് പറയുന്നത് ഈ സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ശാന്തമായിട്ടുള്ള ജീവിതം, സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കും, ആസ്വദിക്കില്ല, ജീവിതം ദുരിതപൂർണമായിട്ട് തന്നെ തള്ളി നീക്കും. ചിലർ പണമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ ജീവിതം സുഖമായിട്ട് തന്നെ നീക്കും. ചിലർ പണം ഉണ്ടാക്കുകയും ചെയ്യും, ജീവിതം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെ, നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, പഠിച്ച സാഹചര്യം, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന് പറയുന്നത് 9 തരത്തിലുണ്ട് എന്ന് പറയുകയാണ്. ആ 9 തരത്തിലുള്ള പേഴ്സണാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും, എല്ലാതരം പേഴ്സണാലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം ഓർഡർ ചെയ്യാൻ, ആജ്ഞാപിക്കാനുള്ളൊരു കഴിവുണ്ടാവുക, ഒരു കാര്യം നടത്തിക്കാനുള്ളൊരു പവർ ഉണ്ടാവുക, അങ്ങനെയുള്ളൊരു പവർ എല്ലാവർക്കും ഉണ്ടത്. അതിൻ്റെ തോത് വ്യത്യാസം ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില ആളുകൾക്ക് വാത്സല്യം, നല്ല വാത്സല്യം ഉണ്ടാവും. വാത്സല്യാതിരേകം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആളുകൾ, അമ്മമാരെ പോലെ, നമ്മൾ അങ്ങനെയല്ലേ പറയും, കൂടുതൽ പറയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അതിഥി സൽക്കാരം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തന്നെ അവർക്കൊരു ജീവിതം, അങ്ങനെയുള്ള ആളുകളുണ്ട്. മറ്റു ചിലവർ അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് അതീവമായിട്ടുള്ള സാഹസങ്ങൾ ചെയ്യുന്ന ആളുകൾ. പെട്ടെന്ന് തന്നെ അവർ മുൻപിൽ നോക്കാതെ എടുത്ത് ചാടി പുറപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യും, അതിസാഹസ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുള്ള ആളുകൾ. ചിലർ വളരെ ശാന്തമായി സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്ഷമാപൂർവ്വം ശ്രമിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളാകട്ടെ അവർ വളരെ യുക്തിപൂർവം ചിന്തിക്കുന്നു, യുക്തിപൂർവം പ്രവർത്തിക്കുന്നു, ശാന്തമായി വർത്തിക്കുന്നു, എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു, നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ല, എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, എല്ലാം ആസ്വാദ്യകരമാക്കാൻ ശ്രമിക്കുന്നു, അലങ്കരിച്ചു കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നു. ചില ആൾ ഇങ്ങനെയൊന്നുമല്ല, എപ്പോഴും ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു, ആരെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും ദാസവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ, ഞാൻ പറഞ്ഞാലേ ചെയ്യുള്ളൂ, അവർ സ്വയം ചിന്തിച്ച് ചെയ്യില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ദാസന്മാരെ പോലെ ജീവിക്കുക, അവർ എപ്പോഴും അവർക്ക് വളരണമെന്നില്ല, ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. ചില ആൾ അങ്ങനെയല്ല, ഒരു പ്രത്യേക മെൻറ്റാലിറ്റി, എല്ലാം ആൻറ്റി ക്ലോക്ക്വൈസാണ്, വിപരീത ദിശയിലേ പോകുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് മോശം എന്നുള്ള അർത്ഥമൊന്നുമല്ല, വിപരീത ദിശയിൽ പോയിട്ട് കാര്യങ്ങളെ നയിക്കും, അങ്ങനെയുള്ള ആളുകൾ. ചില ആൾ വിപരീത ദിശയിൽ തന്നെ പോയി കഴിഞ്ഞാലും ആഴത്തിൽ പോകും, ആ വിഷയത്തിലേക്ക് അതിൻ്റെ അറ്റം എടുത്തുകൊണ്ടേ വരുള്ളൂ, അങ്ങനെയുള്ള ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ. ഇങ്ങനെ 9 മെയിൻ പേഴ്സണാലിറ്റികളെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ 9 മെയിൻ പേഴ്സണാലിറ്റി നമ്മൾ പറയുന്ന സമയത്താണ് ഞാൻ പറയുന്നത് 9 ഗ്രഹങ്ങളെ പറ്റി, നവഗ്രഹങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഈ നവഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനത്തെ കൊണ്ടാണ് ജ്യോതിഷത്തിൽ എന്ത് നിർണ്ണയിക്കുന്നത്, ഇയാൾ ഏത് തരം പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട്, അതിൻ്റെ ഗുണദോഷങ്ങളെ അനുസരിച്ചിട്ട് വിധിയിൽ വരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ഒരു വിധിയല്ല പറയുന്നത്, സൂചനകളെയാണ് പറയുന്നതെങ്കിലും ആ സൂചനകൾ തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂചനകൾ എന്ന് പറയുമ്പോൾ ഈ റോഡിലൊക്കെയുള്ള ഓരോരോ സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ അതിനപ്പുറത്തുള്ള റോഡിൻ്റെ അവസ്ഥകളെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് സൈൻ, രാശി സൈൻ എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ സൈൻ അല്ല, രാശി ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെയാണ് പറയുക. അപ്പം അതുകൊണ്ട് അത്തരം ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ഒന്ന് നിർണ്ണയിക്കുകയാണ് ജ്യോതിഷത്തിൽ നമ്മൾ ചെയ്യുന്നത്.
അപ്പം ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിനെപ്പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. അതാണ് ജ്യോതിഷക്കാർ ചെയ്യുന്നത്. അല്ലാതെ ഒരു അത്ഭുത പ്രവൃത്തി എന്നൊന്നും ചിന്തിക്കേണ്ട, അത്ഭുതങ്ങൾ അതിനകത്ത് ഉണ്ട് എങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ഏത് ഗ്രഹമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ഏത് ഗ്രഹത്തിൻ്റെ കയ്യിലാണ് നമ്മളുടെ നിയന്ത്രണമുള്ളത്, ആ സമയത്ത് ഏത് ഗ്രഹമാണ് നിയന്ത്രിക്കുക, ഇങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് ഓരോ ഗ്രഹങ്ങൾ മാറി മാറി നമ്മളെ ഗോളടിക്കുന്നത് പോലെ ചെയ്യും ചില ഗ്രഹങ്ങൾ. അപ്പോൾ ആ ഗോളടിക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം നോക്കിയിട്ടാണ് നമ്മൾ ഇയാൾക്ക് ഇന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇതിൽ വളരെ വളരെ ഇതായിട്ടുള്ള ശാസ്ത്രീയതകളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരാളോട് കുറേ നേരം സംസാരിച്ച അയാളുടെ രക്തഗ്രൂപ്പ് പറയാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഇത് ഞാനായിട്ട് കണ്ടെത്തിയതല്ല, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അറിയാത്തത് പലതും ഈ ലോകത്തുണ്ട്, നമുക്കതൊന്നും അസാധ്യമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്താര നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ ശാന്തമായിട്ട് പോകും. എല്ലാം വെട്ടിപ്പിടിച്ച് നമുക്ക് ഒരു പൗരുഷം കൊണ്ട് ലോകം മൊത്തം മാറ്റാം എന്നൊന്നും പറ്റില്ല. ലോകം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ച പലർക്കും അത് സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എല്ലാം മാറ്റാൻ പറ്റില്ല. എല്ലാം മാറ്റത്തിന് വിധേയമാണെങ്കിൽ പോലും അതാതിൻ്റെ ട്രാക്കിലേ പോകുള്ളൂ. ട്രെയിൻ ഓടുന്ന മാർഗത്തിലൂടെ ഒരിക്കലും ബസ്സിന് കാരണം പോകാൻ പറ്റില്ല എന്നതുപോലെയാണ്. ഓരോരൊക്കെ ഓരോ ട്രാക്ക് ഉണ്ട്, അതിലൂടെ പോകാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ജ്യോതിഷത്തിലൂടെ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്ന് അതിനെ മെച്ചപ്പെടുത്തി പരമാവധി നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത്. ചിലത് ഇതിലൊന്നും വീഴില്ല എന്നുള്ളതാണ് വിഷയം. വീഴില്ല എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. കാരണം അവർ ആദ്യം ആ ട്രാക്കിലേ അല്ല എന്നുള്ളതാണ്. നല്ല കാര്യം പറഞ്ഞ് ഇറങ്ങി ഓടിപ്പോകും. പണ്ട് ഒരു അന്ധൻ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഭിക്ഷയാചിക്കുകയായിരുന്നു. അപ്പം ദേവൻ എഴുന്നള്ളുന്ന സമയം വന്നപ്പോൾ ചോദിച്ചു, എന്താ ഇതൊക്കെ ബഹളമൊക്കെ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു നല്ല മനുഷ്യൻ ഈ അന്ധനോട് പറഞ്ഞു, നീ എഴുന്നേക്കോ, നിനക്ക് കണ്ണ് കാണില്ലല്ലോ. ഇപ്പോൾ നീ ദേവൻ എഴുന്നള്ളുന്ന സമയത്ത് നേരെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് കണ്ണിന് അന്ധത മാറിക്കിട്ടും, നിനക്ക് കാഴ്ച കിട്ടും. പിന്നെ നിനക്ക് ഈ ഭിക്ഷയാചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിന്നെ ഞാൻ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്നാണ്. അവൻ അവിടെ നിന്ന് ഇവയാളുടെ അടുത്തത് പിടിയിൽ നിന്ന് കുതറി ഓടി വേറെ എവിടെ പോയി. അന്ധനാണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എങ്ങാനും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അന്ധത മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. കണ്ണ് കാണാതെ പിന്നെ ഞാനങ്ങനെ എനിക്കറിയുന്ന ആകെയുള്ളൊരു ജോലി ഭിക്ഷയാചിക്കുകയാണ്, പിന്നെ ഞാനങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുക. നമ്മൾ അതിനേക്കാളും വളരാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ അറിവുകളിലേക്ക്, പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക്, പുതിയ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അത്തരം അറിവുകളിലേക്ക്, അത്തരം ആശയങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ പൗരാണികമായിരിക്കുന്ന നമ്മുടെ പൈതൃക ശാസ്ത്രങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അല്പനേരം അതിനു വേണ്ടി നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പച്ച പിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ആ തരത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇത്തരം ആശയങ്ങൾ എപ്പോഴും നിത്യനിരന്തരമായിട്ട് ഒന്നിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിന് ആഴത്തിൽ പോവുക, അത് നിങ്ങൾക്ക് ഉത്തരം തരും. ഒരാൾ എന്നോട് ചോദിച്ചു, ജ്യോതിഷം പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ നാൾ ജ്യോതിഷത്തെ കാണുക, പിന്നീട് പരിചയപ്പെടുക, അടുത്തറിയുക, പിന്നീടോ നിത്യവും അത് തന്നെ അതിനോട് ഇടപഴകുക, അങ്ങനെ അതിനെ സ്നേഹിക്കുക, അതിനെ സേവിക്കുക, അതിനോട് ഉപചരിക്കുക. അങ്ങനെയൊക്കെ വന്ന് കുറച്ച് കളയുമ്പോൾ അത് നിങ്ങളെ കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും എന്നാണ്. വെറുതെ പഠിക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മളെ തിരിച്ച് ആശ്ലേഷിക്കുന്ന ഒരു സമയം വേണം. ഏത് ശാസ്ത്രവും നമ്മളെ തിരിച്ച് ആശ്ലേഷിക്കുക, കെട്ടിപ്പിടിക്കും. ആ സമയം നമ്മൾ കാത്തിരിക്കണം. ആ സമയം വരെ നമ്മൾ നിത്യനിരന്തരമായിട്ട് അതിനോട് ഇടപഴകണം. യേശുദാസ് നല്ല ഗായകനാണ്. ഒരു ദിവസം കൊണ്ടല്ല, അയാളെ നിത്യനിരന്തരമായിട്ടുള്ള അധ്വാനം കൊണ്ടാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. ഇന്ന് പാട്ട് അദ്ദേഹത്തെ തിരിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം ഗാനഗന്ധർവനായി. അതിന് കാരണം എന്താ? നിത്യനിരന്തരമായിട്ട് അതിനെ ഉപാസിച്ചു എന്നുള്ളതാണ്. ചിന്തിക്കുക.
നല്ല രീതിയിൽ നമ്മൾക്ക് അതിൽ തന്നെ തപസ്സായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ലോകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കണം. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എങ്കിൽ പോലും ആ പോസിറ്റീവ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. കാലമറിഞ്ഞ് അതിനോട് ചേരുക, നന്നാകാൻ വഴി നമ്മുടെ മുൻപിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും സന്ധിക്കുമ്പോഴേക്കും